ഇഡിപ്പസ് റെക്സ് എന്ന നാടകം സോഫോക്കിൾസിന്റെ പുരാതന ഗ്രീക്ക് ക്ലാസിക്കൽ സാഹിത്യത്തിലെ ഒരു നാടകമാണ് ഇഡിപ്പസ് ദി കിങ്. തീബ്സിലെ രാജാവായ ഇഡിപ്പസ് അബദ്ധവശാൽ തന്റെ പിതാവിനെ കൊന്ന് അമ്മയെ വിവാഹം കഴിച്ചു. ഇഡിപ്പസിന്റെ ഭാര്യയും അമ്മയും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞപ്പോൾ അവർ തൂങ്ങി മരിച്ചതായി ഹോമർ വിവരിക്കുന്നു. എന്നിരുന്നാലും ഈഡിപ്പസ് മരണം വരെ തീബ്സിൽ ഭരണം തുടർന്നുവെന്ന് തോന്നുന്നു. ഈഡിപ്പസ് ദി കിങ് എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ: ഈഡിപ്പസ്. തീബ്സിലെ രാജാവായ ഈഡിപ്പസ് ജോക്കാസ്റ്റയെ വിവാഹം കഴിച്ചു. നാടകത്തിന്റെ തുടക്കത്തിൽ താൻ അച്ഛനെ കൊന്ന് അമ്മയോടൊപ്പം ഉറങ്ങിയ കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. തന്റെ രാജ്യം ഇത്രയും ഭയാനകമായ അപകടത്തിലാക്കിയത് താനാണെന്ന് അയാൾ പെട്ടെന്നു തന്നെ മനസ്സിലാക്കി. ഒരു ബ്രൂച്ച് ഉപയോഗിച്ച് സ്വയം അന്ധനാക്കി. കുട്ടിക്കാലത്ത് അച്ഛൻ അവനെ പുറത്തു കാണിച്ചതിനാൽ അവന്റെ കണങ്കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായിട്ടുണ്ട്. അത് ഗുരുതരമായ മുടന്താണ്. ജോകാസ്റ്റ. ജോകാസ്റ്റ അവർ ഈഡിപ്പസിന്റെ ഭാര്യയും അമ്മയും തീബ്സിലെ രാജ്ഞിയുമാണ്. ഈഡിപ്പസിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾ ലയസിനെ വിവാഹം കഴിച്ചിരുന്നു. നാടകത്തിന്റെ അവസാനം അവൾ ആത്മഹത്യ ചെയ്യുന്നു. ഒരുപക്ഷെ ഈഡിപ്പസിനെ ഒരു ശിശുവായി മരിക്കാൻ വിട്ടതിലുള്ള കുറ്റബോധം കൊണ്ടായിരിക്കാം. അങ്ങനെ അവളുടെ കുടുംബത്തിനെയും ദാരുണമായ അന്ത്യത്തിലേക്കുള്ള അവന്റെ പാത വേഗത്തിലാക്കുന്നു. ടിറേസിയസ് മറ്റൊരു കഥാപാത്രമാണ്. ഈഡിപ്പസിന്റെ പിതൃത്വത്തെക്കുറിച്ചുള്ള സത്യം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ നയിക്കുന്ന അന്ധനായ പ്രവാചകനാണ് അദ്ദേഹം. ലയസിന്റെ കൊലയാളിയെ കണ്ടെത്താൻ ഈഡിപ്പസ് അവനെ ക്ഷണിക്കുന്നു. പക്ഷേ ഈഡിപ്പസ് തന്നെയാണ് കൊലയാളിയെന്ന് ടൈറിയാസ് അവകാശപ്പെടുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നു. ക്രിയോൺ എന്ന കഥാപാത്രം. അദ്ദേഹം ജോകാസ്റ്റയുടെ സഹോദരനാണ്. തീബൻ സമ്പത്തിന്റെ 1/3 ഈഡിപ്പസിനും ജോകാസ്റ്റയ്ക്കുമൊപ്പം പങ്കിടുന്നു. അപ്പോളോയിലെ ഒറാക്കിളിന്റെ അർപ്പണബോധമുള്ള അനുയായിയാണ് അദ്ദേഹം. നാടകം ആരംഭിക്കുമ്പോൾ ലയസിന്റെ കൊലപാതകിയെ കണ്ടെത്തണമെന്ന വാർത്തയുമായി അദ്ദേഹം ഒറാക്കിളിൽ നിന്ന് മടങ്ങുന്നു. ഈഡിപ്പസിന്റെ വിശ്വസ്ത സുഹൃത്താണ് അദ്ദേഹം. ഈഡിപ്പസ് തനിക്കെതിരെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന് സൂചന നൽകിയപ്പോഴും അദ്ദേഹം ഒടുവിൽ സഹിഷ്ണുതയും ദയയും പുലർത്തുന്നു. ഈഡിപ്പസ് ദി കിങ് എന്ന നാടകത്തിന്റെ സംഗ്രഹം. ഈഡിപ്പസിന്റെ ജനനത്തിനു തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവായ തീബ്സിലെ രാജാവായ ലയസ് സ്വന്തം മകന്റെ കൈകളാൽ മരണത്തിന് വിധിക്കപ്പെട്ടുവെന്ന് ഒരു ഒറാക്കിളിൽ നിന്ന് മനസ്സിലാക്കി. അതിനാൽ കുഞ്ഞിനെ കൊല്ലാൻ അദ്ദേഹം ഭാര്യ ജോകാസ്റ്റയോട് ഉത്തരവിട്ടു. എന്നിരുന്നാലും അവൾക്കോ അവളുടെ ദാസനോ അവനെ കൊല്ലാൻ ധൈര്യപ്പെട്ടില്ല. അവൻ പ്രകൃതിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അവിടെ ഒരു ഇടയൻ അവനെ കണ്ടെത്തി വളർത്തി. പിന്നീട് കുട്ടികളില്ലാത്ത കൊരിന്തിലെ രാജാവിന്റെ കൊട്ടാരത്തിൽ സ്വന്തം മകനായി കൊണ്ടുപോയി വളർത്തി. രാജാവിന്റെ ജൈവിക പുത്രനല്ലെന്ന് കിംവദന്തികൾ പറഞ്ഞതിനെ തുടർന്ന് ഈഡിപ്പസ് ഒറാക്കിളിനെ സമീപിച്ചു. അവൻ തന്നെ അമ്മയെ വിവാഹം കഴിക്കുമെന്നും പിതാവിനെ കൊല്ലുമെന്നും പ്രവചിച്ചു. പോളിബസും മെറോപ്പുമാണ് തന്റെ യഥാർത്ഥ മാതാപിതാക്കളെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവചിക്കപ്പെട്ട ഈ വിധി ഒഴിവാക്കാൻ തീവ്ര ശ്രമത്തിൽ തീബ്സിലേക്കുള്ള വഴിയിൽ ഈഡിപ്പസ് കോരിന്ത് വിട്ടു. തന്റെ യഥാർത്ഥ പിതാവായ ലയസിനെ അവൻ കണ്ടുമുട്ടി. പരസ്പരം അവരുടെ യഥാർത്ഥ വ്യക്തിത്വം അറിയാതെ അവർ തമ്മിൽ വഴക്കിട്ടു. ഈഡിപ്പസിന്റെ അഹങ്കാരം അവനെ ലയസിനെ കൊല്ലുന്നതിലേക്ക് നയിച്ചു. ഇത് ഒറാക്കിളിന്റെ പ്രവചനത്തിന്റെ ഒരു ഭാഗം നിറവേറ്റി. പിന്നീട് അദ്ദേഹം സ്ഫിങ്സിന്റെ കടക്കരയ്ക്ക് ഉത്തരം നൽകി. തീബ്സ് രാജ്യത്തെ സ്ഫിങ്സിന്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് രാജ്ഞി ജോകാസ്റ്റയുടെ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജൈവിക അമ്മ, കൈയും തീബ്സ് നഗരത്തിൽ കിരീടവുമായിരുന്നു. അങ്ങനെ പ്രവചനം നിവൃത്തിയായി. ഈഡിപ്പസ് തന്റെ 4 ആൺമക്കളെയും ഭാര്യ ജോക്സ്റ്റയെയും കണ്ടുമുട്ടി. തന്റെ സത്യാന്വേഷണത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും താൻ ഒരു തെണ്ടിയാണെന്ന് കണ്ടെത്തിയതിന്റെയും തന്റെ യഥാർത്ഥ ഉത്ഭവത്തിന്റെയും കഥ പറയുന്നു. നഗരം ഭരിക്കാനും രാജാവാകാനും ഈഡിപ്പസ് രാജ്ഞി ജോക്കോസ്റ്റയെ വിവാഹം കഴിക്കാനുള്ള കണക്കതയ്ക്ക് ഉത്തരം നൽകി. രാക്ഷസനെ എങ്ങനെ പരാജയപ്പെടുത്തി എന്നതിനെക്കുറിച്ച് പറയുന്നു. ജോക്സ്റ്റ ഇപ്പോൾ തന്റെ 4 ആൺമക്കളുടെ അമ്മയാണ്. തന്റെയും പരേതനായ ഭർത്താവ് ലയസ് രാജാവിന്റെയും കഥയും അവൾക്കൊരു മകൻ ജനിച്ചതായും ഈ മകനെ നിരസിക്കാൻ ദേവന്മാർ അവനെ എങ്ങനെ പ്രേരിപ്പിച്ചു എന്നും ജോകാസ്റ്റ ഈഡിപ്പസിനോട് പറഞ്ഞു. കാരണം അത് അവന് ഒരു ദുശ്ശകുനമായിരിക്കും. അതുകൊണ്ട് അവനെ ജനനശേഷം മലയിൽ വെച്ച് കൊല്ലാൻ ഒരാളുടെ അടുത്തേക്ക് അയച്ചു. അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അവരുടെ ജീവൻ അപഹരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്ന ഒരു ശബ്ദം ജനങ്ങളിൽ നിന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ അവരെ മൃഗത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ പ്ലേഗിൽ നിന്ന് അവരെ രക്ഷിക്കാൻ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്ന് അവർ അവനെ ഓർമ്മിപ്പിച്ചു. ഈ പ്ലേഗിനെ നേരിടാൻ പുരോഹിതന്മാർ ഒത്തുകൂടുന്നു. അതേസമയം ഈഡിപ്പസ് ടിറേസിയസ് എന്ന അന്ധനെ കണ്ടുമുട്ടുന്നു. അവിടെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുന്നു. രാക്ഷസന്റെ പുരാണത്തിൽ നഗരത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ടിറേറിയസ് കണ്ടുപിടിച്ച നുണയെക്കുറിച്ച്. ആ സിംഹം ഒരു രാക്ഷസനല്ല, മറിച്ച് ഈഡിപ്പസ് തന്റെ ഗദ ഉപയോഗിച്ച് കൊന്ന ഒരു സിംഹമായിരുന്നു. എന്നാൽ അന്ധനായ ടാർസിയസ് സത്യം പറയാൻ വിസമ്മതിച്ചു. പരേതനായ രാജാവായ ലയസിനെ തന്റെ മകനെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹമാണ്. കാരണം അവൻ തന്റെ മകനെ ദുരിതത്തിന് കാരണമാവുകയും നശിപ്പിക്കുകയും ചെയ്യും.
നഗരത്തിന്റെ നിയമാനുസൃത അവകാശിയെ ഇല്ലാതാക്കാനും താൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്ന ഒരു അപരിചിതന് ഭരണം നൽകാനുമാണ് ടാർഷ്യസ് ഇതെല്ലാം ചെയ്തത്. അത്രമാത്രം. അതായത് ഈഡിപ്പസ് ടാർസിയസ് ഈഡിപ്പസിനോട് ശബ്ദം താഴ്ത്തി കാര്യം പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇഡിപ്പസ് മൗനം പാലിക്കാൻ വിസമ്മതിച്ചു. തന്റെ കഥ തുടർന്നു. തന്റെ യഥാർത്ഥ പിതാവില്ലാത്തതിനാൽ തന്നെ വളർത്തിയ രാജാവിൽ നിന്ന് താൻ ഓടിപ്പോയെന്നും തന്റെ യഥാർത്ഥ ഉത്ഭവത്തെയും യഥാർത്ഥ മാതാപിതാക്കളെയും അന്വേഷിച്ച് സിംഹാസനത്തിന്റെ അവകാശിയാകാൻ വിസമ്മതിച്ചെന്നും പറഞ്ഞു. സത്യത്തിന്റെ മുഖംമൂടിക്കെതിരെയും വിറയ്ക്കുന്ന വിരലുകൾ അതിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെയും ടൈറോഷ്യസ് ഈഡിപ്പസിന് മുന്നറിയിപ്പ് നൽകുന്നു. പുരോഹിതന്മാർ ഈഡിപ്പസ് രാജാവിന്റെ അടുത്ത് വന്ന് കൊല്ലപ്പെട്ട ലയസ് രാജാവിന്റെ മരണത്താൽ നഗരത്തെ അശുദ്ധമാക്കുന്ന ഒരു പാപം മൂലമുണ്ടായ പ്ലേഗ് പടരുന്നതിന്റെ രഹസ്യം അദ്ദേഹത്തോട് പറയുന്നു. കൊലയാളിക്കെതിരെ പ്രതികാരം, നീതി എന്നിവ സ്ഥാപിക്കപ്പെടണം. അവന്റെ അറിവും ഒരു കൂട്ടം കള്ളന്മാർ ലയസ് രാജാവിനെ ആക്രമിച്ച് അവനെയും പരിവാരങ്ങളെയും കൊന്നതായും വിവരിച്ചിട്ടുണ്ട്. കടങ്കഥകളുമായി നഗരം ആക്രമിച്ച രാക്ഷസന്റെ കഥയിൽ ഞങ്ങൾ തിരക്കിലായിരുന്നതിനാൽ കൊലയാളിയെ തിരയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എല്ലാവരും അവനെ ഒഴിവാക്കാൻ ഒരു വഴി തേടുകയായിരുന്നു. കുറ്റകൃത്യത്തിന് തുടക്കമിട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ ആരാണെന്ന് ഈഡിപ്പസിന് വ്യക്തമായി. മുഖംമൂടി ധരിച്ച കൊലയാളിയുടെ മുഖം മറച്ചു വെക്കുമെന്നും അത് സ്വന്തം മരണത്തിന് കാരണമായാൽ പോലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പുരോഹിതൻ വാഗ്ദാനം ചെയ്തു. കൊലപാതകി ആരാണെന്ന് പുരോഹിതന്മാർക്കും അറിയാമായിരുന്നിട്ടും അവന്റെ പേര് വെളിപ്പെടുത്താൻ അവർ മടിക്കുന്നത് ഈഡിപ്പസിനെ അത്ഭുതപ്പെടുത്തി. ഒടുവിൽ ഒറാക്കിൾ അനുസരിച്ച് അവർ ഈഡിപ്പസിനെ കൊലപാതകിയായി ചൂണ്ടിക്കാണിച്ചു. ജ്യോത്സ്യന്മാർ പറഞ്ഞതിൽ കോപാകുലനായ ഈഡിപ്പസ് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ എപ്പോഴാണ് കൊന്നത്? ഞാൻ അവനെ കാണാതെ പോയപ്പോൾ ഞാൻ അത് എപ്പോഴാണ് ചെയ്തത്? എവിടെയാണ് ചെയ്തത്? ഈഡിപ്പസ് മുഖ്യ പുരോഹിതനെയും ഭാര്യയുടെ സഹോദരൻ ക്രയോണിനെയും നാടുകടത്തുകയോ കൊല്ലുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ലയസ് രാജാവിനെ കൊന്നതായി ജനങ്ങൾ ആരോപിച്ചതിനെ തുടർന്ന് അദ്ദേഹം അവരെ നേരിട്ടു. ഇത് സിംഹാസനത്തിനെതിരായ ഗൂഢാലോചനയ്ക്ക് തുല്യമാണെന്ന് അദ്ദേഹം കരുതി. ജനങ്ങളുടെ മുമ്പാകെ വിചാരണയ്ക്കായി ഹാജരാകാൻ അദ്ദേഹം ടെറേസിയാസിനെ ആളയച്ചു. താൻ നിരപരാധിയാണെന്നും ലയസ് രാജാവിന്റെ കൊലപാതകി ഈഡിപ്പസ് ആണെന്ന് ഒറാക്കിൾ പറഞ്ഞിട്ടുണ്ടെന്നും പ്ലേഗിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ പ്രതികാരം ചെയ്യണമെന്നും ക്രിയോൺ ജനങ്ങളോട് പറഞ്ഞു. അതേസമയം ഈഡിപ്പസിന്റെ ഭാര്യ ജോകാസ്റ്റ പ്രത്യക്ഷപ്പെടുന്നു. തന്റെ സഹോദരൻ ക്രിയോൺ കള്ളം പറയില്ലെന്നും ജോകാസ്റ്റയുടെ മുൻ ഭർത്താവായ ലയസ് രാജാവ് കൊല്ലപ്പെടുമെന്നും മറിച്ച് അവളുടെ അരയിൽ നിന്നുള്ള സ്വന്തം മകൻ തന്നെ കൊല്ലപ്പെടുമെന്നും പ്രവചിക്കപ്പെട്ടിരുന്നുവെന്നും. ഇവിടെ സന്നിഹിതനായ ടെറേസിയാസ് ആ പ്രവചനത്തിന്റെ വാർത്ത പരാമർശിക്കുന്നു. എന്നാൽ പ്രവചനം യാഥാർത്ഥ്യമായില്ല. കാരണം ആ മകൻ തൊട്ടിലിൽ മരിച്ചു. അവന്റെ ജനനശേഷം അവന്റെ പിതാവ് അവനെ ഒരു തരിശുഭൂമിയിലെ ഒരു മലയിൽ മരിക്കാൻ ഒരിടയന് കൊടുത്തു. ലയസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് പുറത്ത് ഒരു കൂട്ടം കള്ളന്മാരുടെ കൈകളാൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് എല്ലാവർക്കും അറിയാം. തന്റെ ഭർത്താവായ ലയസിന്റെ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ജോക്സ്റ്റ വിവരിച്ചു. ആ സമയത്ത് കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വേലക്കാരിയാണെന്നും ലയസ് രാജാവിന് പകരമായി ഈഡിപ്പസ് സിംഹാസനത്തിൽ കയറിയതിനു ശേഷം അവനെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും അവർ പറഞ്ഞു. തന്റെ സാക്ഷ്യം കേൾക്കാൻ ഈഡിപ്പസ് അവനെ വിളിച്ചു വരുത്തി. വഴിയിൽ അവർക്കിടയിൽ ഉണ്ടായ ഒരു തർക്കം കാരണം താൻ ലയസിന്റെ കൊലപാതകിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം ഈഡിപ്പസ് ഓർത്തു. ഇതിനുശേഷം അദ്ദേഹം ഈ നഗരത്തിലേക്ക് പോയി രാക്ഷസനെ കണ്ടുമുട്ടി. അബദ്ധവശാൽ താൻ ലയസ് രാജാവിന്റെ കൊലപാതകിയാണെന്ന് ഈഡിപ്പസ് മനസ്സിലാക്കി. അന്തരീക്ഷം നിറഞ്ഞ മേഘങ്ങൾക്കിടയിൽ ഒരു വൃദ്ധൻ ഈഡിപ്പസ് രാജാവിനെ കുറിച്ച് അന്വേഷിച്ചു വരുന്നു. ചെറുപ്പത്തിൽ തന്നെ വളർത്തിയ രാജാവിന്റെ ആളുകളിൽ നിന്ന് അവരുടെ രാജാവ് മരിച്ചതിനാൽ അവരെ ഭരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം അദ്ദേഹത്തിന് എത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഈഡിപ്പസ് ഇപ്പോൾ ഭരിക്കുന്ന നഗരമാണ് തന്റെ ജന്മസ്ഥലമെന്നും തന്നെ അന്വേഷിക്കാൻ അവിടെ എത്തിയതാണെന്നും താൻ അവിടുത്തെ രാജാവായി മാറിയെന്ന് അറിഞ്ഞുവെന്നും വൃദ്ധൻ അവനോട് വിശദീകരിച്ചു. ഈഡിപ്പസ് അത്ഭുതത്തോടെ ചോദിച്ചു, അത് എന്റെ ജന്മസ്ഥലമാണെന്ന് ആരാണ് പറഞ്ഞത്? അവൻ ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ അവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി മറ്റേ നഗരത്തിലെ രാജാവിനെ ഏൽപ്പിച്ചത് താനാണെന്ന് വൃദ്ധൻ മറുപടി നൽകി. ഇടയിലും ഷെയ്ക്കും ജോക്സ്റ്റയും ഈഡിപ്പസും തമ്മിലുള്ള ഒരു നീണ്ട സംഭാഷണത്തിന് ശേഷം ഭയാനകമായ സത്യം വെളിപ്പെടുന്നു. അവളെ അന്വേഷിക്കുന്നതിൽ ഈഡിപ്പസിനെ തളർത്തിയതും സത്യം അതിന്റെ വൃത്തികെട്ടതും ഭയങ്കരമായ മുഖത്തോടെ പ്രത്യക്ഷപ്പെട്ടതും താൻ ലയസ് രാജാവിന്റെ മകനാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളുടെ അമ്മയുമായ ജോകാസ്റ്റ ഇപ്പോൾ അവനെ ഗർഭപാത്രത്തിൽ ചുമന്ന അതേ യഥാർത്ഥ അമ്മയാണെന്നും പിതാവിനെ കൊന്നുകൊണ്ട് പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടുവെന്നും അറിഞ്ഞപ്പോൾ ഒരു ഇടിമിന്നൽ പോലെ തോന്നി. എന്റെ കണ്ണുകളിൽ കണ്ണുനീർ വരുത്തുന്ന ഒരു ദുരന്തമാണത്. സത്യം അന്വേഷിച്ചത് കൊണ്ടാണോ ഈഡിപ്പസിനോട് സത്യം പ്രതികാരം ചെയ്തത്? അവൻ തൻ്റെ പിതാവിനെ കൊന്നു, അമ്മയെ വിവാഹം കഴിച്ചു, അവൻ്റെ സഹോദരങ്ങളായ കുട്ടികളുണ്ടായി.